ഇതൊക്കെ ഇപ്പോൾ പുതിയതിപ്പോൾ ഒന്ന് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ലതൊക്കെ തൂക്കാനുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ ഓൾറെഡി ആൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിതേ കുറച്ച് കുപ്പി, കയറ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ കുപ്പി നമ്മുടെ സാധാരണ ഈ 2 ലിറ്ററിൻ്റെ 2.5 ലിറ്ററോ 2 ലിറ്ററിൻ്റെ ഈ കുപ്പിയിൽ കയറ് ചുറ്റിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് അമ്മ കാണിച്ചു തരാൻ പോണത്. ഇപ്പം ഇങ്ങനെ ഒരു 2 ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തേക്കുന്നത്. എൻ്റെ ലാബിലുണ്ടാവില്ല, അതൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി നല്ല ഭംഗിയിലാക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ആ ലൈനിൽ കൂടെ ശരിക്കും എക്സോറൈഡോ അല്ലെങ്കിൽ അടുപ്പിൽ കത്തി വെച്ചിട്ട് അങ്ങനെ ചൂടാക്കിയിട്ടൊക്കെ അങ്ങനെ റൗണ്ടിൽ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് ഈ ഇതിൻ്റെ ഇങ്ങനെ ഷാർപ്പ്നെസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചൂടിൽ അങ്ങനെ അപ്പോൾ ആ ചൂടുള്ള പാതിമുറത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ആ മുറിച്ചൊക്കെ എഡ്ജ് ഒപ്പാക്കുക. അതിൻ്റെ നമ്മളെ കയ്യൊക്കെ ഇടുമ്പോൾ നമ്മുടെ കൈ അതിൻ്റെ മുകളിൽ മുറിയാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചൂടുള്ള എന്തെങ്കിലും പ്രതലത്തിൽ വെച്ചിട്ട് അത് ഒന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വലാവും എന്നാണ്. ഞങ്ങളിവിടെ വിറകടുപ്പാണ്. അപ്പോൾ വിറകടുപ്പിൻ്റെ മുകളിലുള്ള ഇതിൽ നല്ല ചൂടാണ്. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഒന്ന് ഉരച്ചാൽ ഈക്വലാവും. അത് അങ്ങനെയാണ് കുപ്പി റെഡി. കുപ്പി പിന്നെ ഇവിടുന്ന് പശ തേക്കുക. കുറച്ച് കുറവ് പശ വേണ്ടതുകൊണ്ട് ഇങ്ങനെ ആ തുടക്കത്തിലും അവസാനിക്കുന്ന സമയത്തും ഇവിടെ തന്നെ കുറച്ച് പശയൊക്കെ തേക്കുക. പശയുടെ പേര് നോക്കട്ടെ. പശയുടെ പേര് നോക്കട്ടെ. കളയരുത്, അത് പേദോവാം. പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന പശ എന്ന് പറഞ്ഞാൽ തരുന്നത്. ഇതാണ് ഫിക്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള പശകൾ വരുന്നുണ്ട്. ഇത് 45 രൂപയാണ് ഇതിന് വില. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ ഒട്ടണ ഒരു തരം പശയാണത്. അപ്പൊ ഈ പശ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. ഇവിടെ അങ്ങനെ മുമ്പ് തേച്ചിട്ട് കയറിങ്ങനെ ചുറ്റി ഇങ്ങനെ വരണം. മുകളിൽ ചുറ്റിയിട്ട് വരണം. മുകളിൽ ചുറ്റി വരണാണ്. അപ്പൊ അത് കാണാം എങ്ങനെ ചുറ്റണത് എന്ന്. അടി മുറിച്ച ഒരു കുപ്പിയാണ്. അതിൻ്റെ അടിയിൽ 2 ഹോളിങ്ങനെ ഇട്ടുണ്ട്. അത് നമുക്ക് കയറൊക്കെ ചുറ്റിയതിന് ശേഷം അപ്പൊ എന്താ പറയാ, ഇത് വില ചൂടാക്കിയിട്ടേ എന്തെങ്കിലും കമ്പി വെച്ച് നമ്മുടെ പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് കയറ് ചുറ്റുമ്പോ ഈ ഹോള് മൂടാൻ പാടില്ല. ഈ 2 ഹോളും മൂടാൻ പാടില്ല. അവിടെ നമുക്ക് ഈ ഇതിനെ കിടത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഇത് ലോക്ക് ചെയ്യാനുള്ളതാണ്. വിലക്ക് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ചൂടിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉപ്പിടെ മുകളിൽ കെട്ടാൻ പോകുന്നത്. ഇത് കെട്ടൊക്കെ തീർത്ത് നമ്മൾ ഇതേപോലെ ഒരു വടിയുടെ മുകളിൽ ചുറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കെട്ട് പറഞ്ഞാൽ നമുക്ക് ഇത് പിരിക്കുമ്പോൾ കുറച്ച് നേരം താമസമാകും. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ കെട്ട് പടയാണ്ട് വരും. ഇതിൻ്റെ തലങ്ക് കിട്ടി അങ്ങനത് ഞങ്ങൾ ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ 4-5 കുപ്പികൾ. എൻ്റെ പ്രായത്തിലും എനിക്കും ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ചെറുപ്പക്കാർക്ക് എന്താ ഇതിന് വിഷമം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് യൂട്യൂബിലെ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ചെയ്തേക്കുന്നതാണത്. ഇതിന് പശ വാങ്ങിയിട്ടുണ്ട്. ഈ തുടക്കത്തിൽ മാത്രം തേക്കുക. കുറച്ച് പശ എടുത്തിട്ട് ഇവിടെ തന്നെ കുറച്ച് തേക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ കയ്യൊന്നും പൊള്ളാതെ നോക്കണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശയാണ്. അത് വീഴുമ്പോഴേക്കും ഒഴുകി വരികയാണ്. ഈ അമ്മയ്ക്ക് 75 വയസ്സുണ്ട്. ഈ വയസ്സിൽ അമ്മ ഒറ്റയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അമ്മയ്ക്ക്. വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലും ഇങ്ങനെ ഐഡിയകൾ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോഴാണ് സ്മാർട്ട് ഫോണൊക്കെ ആൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. എത്ര മാസമായിരുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? 5-6 മാസമായിട്ട് ആൾക്ക് സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് യൂട്യൂബൊക്കെ നോക്കി പല ഐഡിയകൾ എടുക്കുക, തന്നെത്താൻ ഐഡിയകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ യൂട്യൂബൊക്കെ നോക്കി ആൾ ഓരോന്നൊക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ
അപ്പോൾ ഒറ്റപ്പെടലിൽ നിന്നൊക്കെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒറ്റപ്പെടലിൽ അങ്ങനെ ഫീൽ ചെയ്യാറില്ല. എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം പപ്പടങ്ങൾ, കൊണ്ടാട്ടങ്ങൾ, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അമ്മയാണ് ഞങ്ങളുടെ റോൾ മോഡൽ. എല്ലാവരും പറയും അമ്മയെ നോക്കി പഠിക്കാൻ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അമ്മ വെറുതെ ഇരിക്കില്ല, ഒരു നിമിഷം പോലും അമ്മ വെറുതെ കളയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വന്നപ്പോൾ അമ്മ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇതൊക്കെ ആളുടെ തന്നെ പ്രയത്നം. ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ലാണ്ടെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ചെയ്യണ്ടല്ലോ. അപ്പോൾ ആൾക്കാരോട് ആരെയോടെങ്കിലൊക്കെ പറയും. കുറച്ച് കയറും പച്ചയൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് പിന്നെ ആൾ തന്നെ ബോട്ടിലൊക്കെ ഉണ്ടാക്കി. അനിയത്തിയുടെ മക്കളൊക്കെ വല്ലപ്പോഴും ലീവിന് ഒക്കെ വരുമ്പോഴാണ് അവരുടെ ഹെൽപ്പ് എടുത്ത് ഇതൊക്കെ ഒരുപോലെ മുറുക്കി. അതൊക്കെ കുറച്ച് പ്രയാസം അമ്മയ്ക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിയിലൊക്കെ ഒന്ന് മുറിച്ച് ഈക്വലായിട്ട് മുറിച്ച് തരാനൊക്കെ പറയും. അതൊക്കെ അനിയത്തിയുടെ മക്കളൊക്കെ വന്ന് ചെയ്ത് കൊടുക്കും. അവരും പഠിക്കുകയാണ്, ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കും സമയം ഉണ്ടെങ്കിൽ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അമ്മേനെ. അപ്പോൾ എന്നാലും നമ്മുടെ എന്താ പറയുക, പ്രായത്തിലുള്ള ഇൻട്രസ്റ്റ് അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും. കുപ്പിയുടെ വണ്ണുള്ള ഭാഗം ഇപ്പോൾ കയറ് ചുറ്റി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വണ്ണം കുറവുള്ള ഭാഗം, നടുഭാഗം. അപ്പോൾ അവിടെ കയറ് പിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പശ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇവിടെ അതിന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആ കയറിനോട് ചേർന്നിട്ട് ഈ ഭാഗം വരുന്നിടത്ത് കുറച്ച് ശ്രമകരമാണ്. എന്നുവെച്ചാൽ അത് ഉറച്ചിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് പശ കൊടുത്തിട്ട് വേണം. വൈകുന്നേരം ഈ കുപ്പി ഇവിടെ ചുറ്റി കഴിഞ്ഞു. ഇനി ഇതിവിടെ പശ വെച്ചിട്ട് ഇത് ഒട്ടിക്കും. ഈ പശ ഇവിടെ വെച്ച് തേച്ചാൽ ഈ കയറ് ഒട്ടിക്കും. ഈ കുപ്പി കയറ് ചുറ്റി കഴിഞ്ഞു. കയറ് ചുറ്റുമ്പോൾ എപ്പോഴും മൂടിയുടെ ഈ ഭാഗത്ത് നിന്ന് പശ തേച്ചിട്ട് ചുറ്റി വരണം. ഇവിടെ നിന്ന് തേച്ചാൽ ഒരിക്കലും ഈ ഭാഗം ശരിയാവില്ല. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് തന്നെ വണ്ണം കുറഞ്ഞ് വരില്ലേ. അപ്പോൾ കയറിങ്ങനെ ലൂസായിട്ട് പോകും. എനിക്ക് തന്നെ ഒരു പ്രാവശ്യം അങ്ങനെ അപകടം പറ്റി. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ഇവിടുന്ന് ഞാൻ തേച്ചു. ഇവിടെ പശ മാത്രമേ തേക്കുള്ളൂ. പിന്നെ ഈ ഭാഗം വരുമ്പോഴാണ് ഇവിടെ ഒരേപോലെ വരും. ഈ ഭാഗം വീതി കുറവാണ്. അവിടെ തന്നെ പശ തേച്ചിട്ട് നമ്മൾ നല്ലോണം അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. എന്നാലേ പറ്റും. ഇതന്നെ ഇപ്പോൾ നമുക്ക് ഇത്ര ഇതായില്ല. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ പിടിച്ചമർത്താനും പശ തേക്കാനും ഒക്കെ വീട്ടിന് വിഷമല്ലേ. അത് കാരണം അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ അത് കുഴപ്പമില്ല. കയറൊന്നും അങ്ങോട്ട് മുകളിലേക്ക് താഴ്ത്തിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫില്ലായി. അവസാനം ഇരിക്കുന്ന ഇതേപോലെ പശ വെച്ചിട്ട് നമ്മൾ ആ കയറ് തന്നെ മുകളിൽ കൂടെ ഇവിടെ വെച്ചു. ഇതാ ഇവിടെ തന്നെ അവസാനിപ്പിച്ചു. ആ കയറ് പശ വെച്ചു. ഇതാണ് അമ്മ ആദ്യം ഉണ്ടാക്കിയ ബോട്ടിൽ. അപ്പോൾ ആള് യൂട്യൂബ് നോക്കി ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ആദ്യം ഇവിടുന്ന് കെട്ടി വരണോടന്ന് മുകളിൽ നിന്ന് കെട്ടി വന്നപ്പോൾ ഇവിടെ ഫിക്സ് ശരിക്ക് പറ്റാണ്ടേ. എന്നാലും പിന്നെ ഉണ്ടാക്കിയതൊക്കെ നല്ല പെർഫെക്റ്റായി. പിന്നെ ആൾക്ക് മനസ്സിലായി തെറ്റി എന്നുള്ളത്. പിന്നെ അതൊക്കെ ലൂസായി കണ്ടില്ലേ. ഇതാണ്. പക്ഷെ ആളതൊന്നും പിന്മാറിയൊന്നുമില്ല. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ഇതൊക്കെ ഇപ്പോൾ പുതിയതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കുന്നത്. നാളതൊക്കെ തൂക്കാനുള്ളതാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഓൾറെഡി ആൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ അമ്മ. ആളൊന്നും പിന്മാറില്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കില്ലേ, ഓ എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊന്നും അങ്ങനെ വിചാരിക്കാത്ത ഒരാളാണെന്ന് പറഞ്ഞതാണ് ഞാൻ. ആളുടെ ഉറക്കം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്, എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ ചെയ്യാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് ആളുടെ സന്തോഷം. നമ്മുടെ ഉറക്കം കെടുത്തുന്ന സംഗതികളാണ്. യൂട്യൂബിൽ എന്നെ കണ്ട ഇതൊക്കെ ആലോചിച്ച് ആളെ എവിടെ കെട്ടും, എവിടെ തൂക്കും, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കും, ആര് വാങ്ങിക്കൊണ്ടിരും, ഇങ്ങനെയൊക്കെ ആലോചിക്കും. എന്നിട്ടത് ഐഡിയ രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഓരോ ഐഡിയ ഉണ്ടാക്കി പിറ്റേ ദിവസം ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ച് അത് ഉണ്ടാക്കി പൂർത്തീകരിച്ചാലേ ആൾക്ക് മനസ്സമാധാനമുള്ളൂ. ഇവിടെ നമുക്ക്
മണി പ്ലാന്റ് പോലത്തെ ഇവിടെ സൂര്യൻ്റെ എന്താ പറയുക വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വളരുന്ന ചെടികളെ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ ഇതിൽ. അപ്പോൾ മണി പ്ലാന്റ് തന്നെയാണ് ഇവിടെ പറ്റിയ ചെടികൾ. ആ